രാഹുൽ ഗാന്ധി വീണ്ടും യാത്ര നയിക്കുകയാണ്. നരേന്ദ്രമോദിയുടെ ഭരണം കൂടുതൽ ജനാധിപത്യ വിരുദ്ധവും ഏകാധിപത്യവുമായി മാറിയതോടെ രാഹുൽ ഗാന്ധി വീണ്ടും യാത്രയുമായി ഇറങ്ങുകയാണ്. ഭാരത് ജോഡോ യാത്രയുടെ രണ്ടാം പതിപ്പ് ഭാരത് ന്യായ് യാത്ര ആരംഭിക്കുന്നു. രാഹുൽ ഗാന്ധി നയിക്കുന്ന ഭാരത് ന്യായ് യാത്ര ജനുവരി 14 മുതൽ ആരംഭിക്കും. മതേതര രാജ്യത്തിന് മുറിവേൽപ്പിച്ച മണിപ്പൂരിൻ്റെ മണ്ണിൽ നിന്നും ആരംഭിക്കുന്ന യാത്ര മേഘാലയ, ബീഹാർ അടക്കം 14 സംസ്ഥാനങ്ങളിലെ 85 ജില്ലകളിലൂടെ കടന്നുപോയി മുംബൈയിൽ അവസാനിക്കുകയാണ്. ഭാരത് ജോഡോ യാത്രയുടെ രണ്ടാം പതിപ്പായ ന്യായ് യാത്ര പ്രത്യേകം തയ്യാറാക്കിയ ബസ്സിലാകും യാത്ര നടത്തുന്നത്. എന്നാൽ ചില സ്ഥലങ്ങളിൽ കാൽനടയായും സഞ്ചരിക്കുകയാണ്. ജനുവരി 14 ആരംഭിക്കുന്ന യാത്ര 6200 കിലോമീറ്റർ സഞ്ചരിച്ച് മാർച്ച് 20 മുംബൈയിൽ അവസാനിക്കും. എല്ലായിടങ്ങളിലും നടന്നു പോകാനാണ് രാഹുൽ ഗാന്ധിയുടെ താല്പര്യമെങ്കിലും ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുമ്പോൾ അതിനുള്ള സമയം ഇനി ലഭിക്കില്ല എന്നുള്ളത് കൊണ്ടാണ് ബസ്സിലും കാൽനടയായും സഞ്ചരിക്കുന്ന തരത്തിൽ ഇതിൻ്റെ സമയം ക്രമീകരിച്ചിട്ടുള്ളത്. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖർഗെ മണിപ്പൂരിൽ യാത്ര ഫ്ലാഗ് ഓഫ് ചെയ്യും. കോൺഗ്രസിലെ മാത്രമല്ല ഇന്ത്യ സഖ്യത്തിലെ കക്ഷികളെ പരമാവധി ഈ യാത്രയിൽ പങ്കെടുപ്പിക്കുന്നതിൽ ആലോചന നടക്കുന്നതായും സംഘടനാ ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ വ്യക്തമാക്കി. സഖ്യ നീക്കങ്ങളെ ഈ യാത്ര ബാധിക്കില്ലെന്ന് മാത്രമല്ല കൂടുതൽ ശക്തമാക്കുമെന്നാണ് പാർട്ടിയുടെ പ്രതീക്ഷ. 100 കണക്കിന് ആളുകൾ വർഗീയ സംഘടനത്തിൽ മരിച്ചു വീണ മണിപ്പൂരിൻ്റെ മണ്ണിൽ ഇതുവരെ നരേന്ദ്രമോദി പോയിട്ടില്ല. പക്ഷേ രാജ്യത്തിൻ്റെ മതേതരത്വത്തിനേറ്റ മുറിവ് അത് ഇന്നും മണിപ്പൂരിൻ്റെ മണ്ണിൽ തളം കെട്ടി നിൽക്കുകയാണ്. ആ മണിപ്പൂരിനെ മുറിവുണക്കുന്നതിൻ്റെ ഭാഗമാണ് ഈ യാത്ര അവിടെ നിന്ന് തന്നെ തുടങ്ങുന്നതെന്നും തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളെ ഇത് ബാധിക്കില്ലെന്നും കോൺഗ്രസ് വ്യക്തമാക്കിയിട്ടുണ്ട്. 14 സംസ്ഥാനങ്ങളിലൂടെ കടന്നു പോകുന്ന യാത്ര 6200 കിലോമീറ്റർ പ്രത്യേകം സജ്ജീകരിച്ച ബസ്സിലും കാൽനടയുമായി യാത്ര ചെയ്യും. മണിപ്പൂർ, നാഗാലാൻഡ്, അസം, മേഘാലയ, പശ്ചിമ ബംഗാൾ, ബീഹാർ, ജാർഖണ്ഡ്, ഒഡീഷ, ഛത്തീസ്ഗഡ്, ഉത്തർപ്രദേശ്, മധ്യപ്രദേശ്, രാജസ്ഥാൻ, ഗുജറാത്ത്, മഹാരാഷ്ട്ര എന്നീ ഇന്ത്യയുടെ ഹൃദയഭൂമിയിലൂടെയാണ് ഈ യാത്ര കടന്നു പോകുന്നത്. ഇതിനു മുൻപ് രാഹുൽ ഗാന്ധി നയിച്ച ഭാരത് ജോഡോ യാത്ര വൻ വിജയമായിരുന്നു. കന്യാകുമാരിയിൽ നിന്നും തുടങ്ങി കശ്മീരിൽ അവസാനിച്ച ഭാരത് ജോഡോ യാത്രയ്ക്ക് പിന്നാലെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ നിന്ന് ആരംഭിച്ച് പടിഞ്ഞാറൻ സംസ്ഥാനമായ മഹാരാഷ്ട്രയിൽ അവസാനിക്കുന്ന മറ്റൊരു യാത്ര രാഹുൽ നടത്തുമെന്ന് കോൺഗ്രസ് പ്രഖ്യാപിച്ചതാണ്. അതാണിപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന വേളയിൽ ആരംഭിക്കാൻ പോകുന്നത്. അന്ന് ഭാരത് ജോഡോ യാത്ര കടന്നു പോകുമ്പോഴാണ് ഹിമാചൽ പ്രദേശ് കോൺഗ്രസ് BJPയിൽ നിന്നും തിരിച്ചു പിടിച്ചത്. കർണാടക പിടിച്ചെടുക്കാനും വലിയ സ്വാധീനം ചെലുത്തിയത് ഭാരത് ജോഡോ യാത്ര തന്നെയാണ്. തെലങ്കാനയിലും രേവന്ത് റെഡ്ഡി കാലുറപ്പിച്ചത് ജോഡോ യാത്രയിലെന്ന് വേണമെങ്കിൽ പറയാം. വീണ്ടും ഒരു യാത്ര തെരഞ്ഞെടുപ്പിന് ഒപ്പമെത്തുമ്പോൾ ഏറെ പ്രതീക്ഷയോടെയാണ് ജനാധിപത്യ വിശ്വാസികൾ നിൽക്കുന്നത്. ഏതായാലും ചില യാത്രകൾ രാജ്യത്ത് മാറ്റങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട് എന്നത് ചരിത്ര സത്യമാണ്.